ആശാപൂർ എന്ന ഗ്രാമത്തിൽ ഒരു പാവപ്പെട്ട കുടുംബമുണ്ടായിരുന്നു. അവരുടെ കുടുംബത്തിൽ അശോക് എന്നയൊരാൾ ഉണ്ടായിരുന്നു. അവരുടെ കുടുംബത്തിൽ അയാളുടെ ഭാര്യ, 2 ആൺമക്കൾ, ഒരു മരുമകൾ, 2 കൊച്ചുമക്കളും ഉണ്ടായിരുന്നു. ഒരു ദിവസം വൈകുന്നേരമായപ്പോൾ അവരുടെ നാട്ടിൽ ഗോൽഗപ്പ വിൽക്കുന്ന ഒരാൾ വന്നിരുന്നു. വന്നോളൂ വന്നോളൂ, മധുരവും പൊളിയുമുള്ള ഗോൽഗപ്പ വന്ന് കഴിച്ചോളൂ. ഗോൽഗപ്പയുടെ ശബ്ദം കേട്ടതും അശോകിന്റെ വീടിന് മുമ്പിലുള്ള വിനോദ് എന്നയാൾ അയാളുടെ കുടുംബത്തിന്റെ കൂടെ ഗോൽഗപ്പ കഴിക്കാനെത്തി. അല്ല ഗോൽഗപ്പ കച്ചവടക്കാരാ, ഈ വഴിക്കൊന്നും ഇപ്പൊ വരാറില്ലേ? നിങ്ങളെ കണ്ടിട്ട് കുറെ നാളായല്ലോ. സാറേ, ഞാൻ എന്റെ നാട്ടിലായിരുന്നു. പിള്ളേരെയൊക്കെ ഒന്ന് കാണാൻ പോയതാ, അതാ കാണാഞ്ഞ്. അപ്പോൾ വിനോദിന്റെ മകൻ സോനു പറഞ്ഞു, മുത്തശ്ശ എനിക്ക് വെജിറ്റബിൾ അല്ല ഗോൽഗപ്പ വാങ്ങിത്താ. ആ മോന് മുത്തശ്ശൻ വാങ്ങിത്തരുമല്ലോ. സഹോദര, എന്റെ കൊച്ചുമോന് വയറ് നിറയെ ഗോൽഗപ്പ കഴിക്കാൻ കൊടുക്ക്. ഇപ്പൊ കൊടുക്കാം. നോക്കി നോക്കി നിന്നതും ഒരു ഗ്രാമത്തിലെ മുഴുവൻ ആൾക്കാരും ആ കടയുടെ മുമ്പിൽ വന്നിരുന്നു. പക്ഷെ മറ്റൊരു ഭാഗത്ത് അശോകിന്റെ കുടുംബം അവരെ നോക്കി കൊതിയിട്ടു നോക്കിയിരുന്നു. അപ്പോൾ അശോകിന്റെ പത്നി അദ്ദേഹത്തോട് പറഞ്ഞു, എനിക്ക് ഗോൽഗപ്പ കണ്ടിട്ട് മനസ്സിൽ ഒരുപാട് കൊതിയാകുന്നു. അമ്മേ, എനിക്കും മനസ്സ് ഒരുപാട് ആഗ്രഹമുണ്ട് പുളിയുള്ള ഗോൽഗപ്പ കഴിക്കാൻ. അച്ഛാ എനിക്കും ഗോൽഗപ്പ മേടിച്ചു തരുമോ? മോളെ, നിനക്കത് വാങ്ങിച്ചു തരാൻ അച്ഛന്റെ കയ്യിൽ പൈസ ഇല്ലല്ലോ. മുഖം വീർപ്പിച്ചുകൊണ്ട് എല്ലാരും അകത്തേക്ക് നടന്നു. അടുത്ത ദിവസം രാം ടാറിട്ട റോഡിൽ കൂടെ കടുത്ത വെയിലത്ത് പച്ചക്കറി നിറച്ച ബാഗുള്ള വണ്ടി ഉരുട്ടിക്കൊണ്ട് അയാളുടെ വീടിന് മുമ്പിൽ നിൽക്കുന്നു. എന്നിട്ട് വിറച്ചുകൊണ്ട് അയാളുടെ അനിയനായ തരുണിനെ വിളിക്കുന്നു. തരുൺ, അതെ തരുൺ, ഇങ്ങോട്ട് വന്ന് ഈ പച്ചക്കറിയൊക്കെ ഇറക്കാൻ സഹായിക്കേ. ഉള്ളിൽ നിന്ന് മറുപടി പറഞ്ഞുകൊണ്ട് തന്നെ തരുൺ വരുന്നു ചേട്ടാ. രണ്ടുപേരും വണ്ടിയിലിരിക്കുന്ന ബാഗുകൾ താഴേക്ക് ഇറക്കുകയാണ്. അമ്മ, പച്ചക്കറിയൊക്കെ ചാക്ക് തുറന്ന് പുറത്തേക്ക് എടുക്കുക. അതിനകത്ത് നല്ല ചൂടാ. ഒരുപാട് ചൂടായാൽ പച്ചക്കറിയെല്ലാം വാടിപ്പോവും. നല്ല ചൂടായതുകൊണ്ട് രാവിലെ നേരത്തെ പച്ചക്കറി വെക്കാൻ പോയതാ. എന്നിട്ടും വരാൻ ഇത്രയും സമയമായി. ഞാൻ നിന്നോട് എത്ര തവണ പറഞ്ഞിട്ടുള്ളതാ, കച്ചവടത്തിന് പോകുമ്പോൾ അനിയനെയും കൂടെ കൊണ്ടുപോകാൻ. എന്നാൽ അവനും കൂടിയും കിഴങ്ങും സവാളയൊക്കെ വെക്കാൻ പറ്റില്ലായിരുന്നോ? നിന്റെ അധ്വാനം കൊണ്ട് മാത്രം ജീവിക്കാൻ പറ്റില്ല. എല്ലാത്തിനും നീ മാത്രമല്ലേ ഉള്ളൂ ഇവിടെ. നിന്നെക്കൊണ്ട് ഇതൊക്കെ ആവൂ? അല്ല അച്ഛാ, തരുൺ ഇപ്പോഴും ചെറുപ്പമല്ലേ. അവനെക്കൊണ്ടിപ്പോ ജോലി ചെയ്യിപ്പിച്ചാൽ ശരിയാവില്ല. അശോകിന്റെ ദാരിദ്ര്യത്തിന്റെ കാരണവും ഇതുതന്നെയായിരുന്നു. കുടുംബത്തിൽ കഴിക്കുന്നവർ 10ഉം സമ്പാദിക്കുന്നത് ഒരാളും. അതുകൊണ്ട് തന്നെ മെച്ചവുമില്ലായിരുന്നു. രാമിന്റെ ആരോഗ്യവും അതുകൊണ്ട് തന്നെ മോശമായിരുന്നു. കാരണം അയാൾ സമ്പാദിക്കുന്ന പൈസ മുഴുവൻ കുടുംബത്തിൽ തന്നെ ചിലവാകുമായിരുന്നു. ഉച്ചസമയത്ത് രാം ഭക്ഷണം കഴിക്കുന്നു. അവിടെ കോമൾ അയാളുടെ മുമ്പിൽ സവാളക്കറിയും കൂടെ 2 റോട്ടിയും വെച്ചിരുന്നു. ഇതെന്താ, ഇന്നും സവാളക്കറിയാണോ ഉണ്ടാക്കിയത്? ദിവസവും ഇത് കഴിച്ച് ഞാൻ മടുത്തു. ദിവസവും വെയിലത്തുള്ള കഷ്ടപ്പാടും പോരാഞ്ഞ് കഴിക്കാൻ നല്ലതൊന്നും കിട്ടില്ലെന്ന് വെച്ചാ. രാം വെറുതെ മരുമകളുടെ അടുത്ത് ദേഷ്യപ്പെടുകയാണ്. വീട്ടിലുള്ളതല്ലേ കഴിക്കാൻ തരാൻ പറ്റുകയുള്ളൂ. നീ എപ്പോഴും നിന്റെ മരുമകളുടെ ഭാഗത്തു നിന്നേ സംസാരിക്കൂ. സത്യം പറഞ്ഞാ എനിക്കും ഈ സവാളക്കറി കഴിച്ച് മടുത്തു. മോളെ, വല്ലപ്പോഴും രുചിയുള്ള കറികളൊക്കെ ഉണ്ടായിക്കൂടെ? രുചിയുള്ള ഭക്ഷണം കഴിക്കാൻ ഇപ്പൊ കൊതിയാവുക. അരേ, കയ്യിൽ കാശില്ലെങ്കിലും വെണ്ണയും തൈരും വേണമെന്നോ? കുറച്ചു കഴിഞ്ഞ് രാം മുഖം വീർപ്പിച്ചുകൊണ്ട് തന്നെ വണ്ടി ഉരുട്ടിക്കൊണ്ട് പോകുന്നു. ദൈവമേ, ഇന്ന് ഒരു കസ്റ്റമേഴ്സിനെയും കാണുന്നില്ലല്ലോ. ഒന്നും വെക്കാൻ പറ്റില്ലെന്നാ തോന്നുന്നേ. അപ്പോഴാണ് രാം അയാളുടെ മുമ്പിലെ ഗോൽഗപ്പ കട കാണുന്നത്. ആ കച്ചവടക്കാരൻ എന്താ വിറ്റോണ്ടിരിക്കുന്നത്? അവിടെ ആളുകളുടെ നല്ല തിരക്കുണ്ടല്ലോ. അപ്പോൾ അയാൾ കടയിൽ നിന്ന് ആളുകളെ വിളിക്കാൻ തുടങ്ങി. വരൂ വരൂ വരൂ, എല്ലാവരും ഒന്ന് വെജിറ്റബിൾ സബ്ജി കഴിക്കൂ. 10 രൂപയ്ക്ക് 1, 20 രൂപയ്ക്ക് 3 രാം ഇത് കണ്ട് അതിശയിച്ചുകൊണ്ട് മനസ്സിൽ പറയുന്നു, ദൈവമേ, ഈ റൊട്ടി കച്ചവടക്കാരൻ ഭയങ്കര ബഹളാണല്ലോ ഉണ്ടാക്കുന്ന. ഒരു വെജിറ്റബിൾ റൊട്ടി ഇയാൾ 10 രൂപയ്ക്കാണല്ലോ വിൽക്കുന്നത്. ഇയാൾ ആളുകളെയൊക്കെ പറ്റിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ. വെറുതെ അല്ല അവിടെ തിരക്കുള്ളതും എന്റെ അടുത്താരും വരാത്തതും. അയാളുടെ കച്ചവടം പൊടി പിടിക്കുക. ഇതുപോലെ തന്നെ കുറച്ച് ദിവസങ്ങൾ പോയിക്കൊണ്ടിരുന്നു. കുറച്ചു സമയം കഴിഞ്ഞ് രാം കുറച്ചും കൂടെ നിക്ഷേപിച്ചുകൊണ്ട് പച്ചക്കറികളുടെ കൂടെ കിഴങ്ങും സവാളയും വിൽക്കാൻ തുടങ്ങി. അതീവ ചൂട് കാരണം പച്ചക്കറികളെല്ലാം അഴുക്കാവാൻ തുടങ്ങി. അത് കണ്ടുകൊണ്ട് തന്നെ മാല പറയുന്നു, ഹേ ദൈവമേ, ഇത്രയും ചൂട് കാരണം എല്ലാ പച്ചക്കറികളും അഴുക്കായി പോയല്ലോ. ഒരു കാര്യം ചെയ്യുമോളെ, ഇതിൽ നിന്ന് ശരിക്ക് കിഴങ്ങെടുത്തിട്ട് കച്ചോടി ഉണ്ടാക്കൂ. പച്ചക്കറികൾ ശ്രദ്ധിച്ചെടുത്തിട്ട് പച്ച ചട്നി ഉണ്ടാക്കൂ. ശരി അമ്മേ. പിന്നെ അവൾ കിഴങ്ങുകൾ വേവിച്ചുകൊണ്ട് ആട്ട കുഴച്ചുകൊണ്ട് ചൂട് കച്ചോടി ഉണ്ടാക്കുന്നു. കൂടെ വലിയ പൂരിയും. അപ്പോൾ മാലയുടെ കൊച്ചുമകൾ മുനിയ ഒരു കൊച്ചു പൂരി ഉണ്ടാക്കിക്കൊണ്ട് സന്തോഷത്തോടെ അവളുടെ അമ്മയോട് പറയുന്നു, അമ്മേ, ഈ ചെറിയ പൂരിയും കൂടെ ആ എണ്ണയിൽ ഇടുമോ? എനിക്കിത് കഴിക്കണം. ശരി മോളെ, ഇങ്ങത്താ. അവൾ ആ ചെറിയ പൂരി എണ്ണയിലിട്ട് ഇളക്കിയപ്പോൾ അത് പാനിപ്പൂരി പോലെ പൊതിഞ്ഞു വരുന്നു. അപ്പോൾ മുനിയ അവിടെ പച്ചച്ചട്നിയിൽ വെള്ളം ചേർത്തുകൊണ്ട് ആ പൂരിയിൽ നിറച്ചുകൊണ്ട് കഴിക്കാൻ തുടങ്ങി. അമ്മേ, ഈ ചട്നി പൂരിയിൽ നിറച്ചപ്പോൾ പാനിപ്പൂരി പോലെ തന്നെ ഇല്ലേ? മുനിയുടെ വാക്കുകൾ കേട്ടുകൊണ്ട് തന്നെ അവളുടെ അമ്മയുടെ ഉള്ളിൽ ഒരു ബുദ്ധി ഉദിക്കുന്നു. രാം പച്ചക്കറി വെക്കാൻ പോകുന്നു. അവിടെ സുരഭി വൈകുന്നേരം ഒരുപാട് സ്വാദുള്ള ഒരു പച്ചക്കറി കൂട്ടാൻ ഉണ്ടാക്കുന്നു. കൂടെ പാത്രത്തിൽ ആട്ടയും റവയും കുഴിക്കുന്നു. അപ്പോൾ പുറത്തുനിന്ന് മാല ഇതെല്ലാം കണ്ടുകൊണ്ട് പറഞ്ഞു, മോളെ, ഇന്ന് ഇത്രയും
ഇത്രയും പച്ചക്കറിയുടെ കൂട്ടാൻ ആർക്ക് വേണ്ടിയാണ് ഉണ്ടാക്കുന്നത്? പിന്നെ ഈ ആട്ടയും റവയും വേറെ വേറെയായി എന്തിനാണ് കുഴിക്കുന്നത്? എന്തെങ്കിലും പ്രത്യേകതയുണ്ടോ? അമ്മേ, പച്ചക്കറിയിൽ നിന്നാണ് ഇത്രയും കൂടുതൽ കൂട്ടാൻ ഉണ്ടാക്കിയത്. ഞാൻ ഉണ്ടാക്കിയില്ലായിരുന്നെങ്കിൽ ഇത് അഴുക്കായി പോയേനെ. അതുകൊണ്ട് ഞാൻ പച്ചക്കറിയുടെ ഗോൾഗപ്പ ഉണ്ടാക്കുകയാണ്. വാ മോളൂ, എന്നാൽ നല്ല രസമായിരിക്കുമല്ലോ. ഇങ്ങ് ബാ, പുതിനയുടെ ചട്നി ഞാൻ ഉണ്ടാക്കാം. എല്ലാ കുടുംബക്കാരും കൂടി ചേർന്ന് കച്ചവടക്കാരെ പോലെ ഗോൾഗപ്പ ഉണ്ടാക്കാൻ തുടങ്ങി. പിന്നെ സുരഭി അതിനെ ചൂട് വെളിച്ചെണ്ണയിൽ ഇളക്കാൻ തുടങ്ങി. കുറച്ചു കഴിഞ്ഞൊരു കുട്ട നിറയെ ഗോൾഗപ്പകൾ ഉണ്ടായി തയ്യാറായി കഴിഞ്ഞിരുന്നു. കൂടെ മധുരവും പുളിയുമുള്ള വെള്ളവും തയ്യാറായിരുന്നു. കുറച്ചു കഴിഞ്ഞ് സുരഭി അവളുടെ പാവപ്പെട്ട കുടുംബത്തിന് പച്ചക്കറികൾ കൊണ്ടുള്ള ഗോൾഗപ്പ കഴിക്കാൻ കൊടുത്തു. കാരണം കുറെ നാളായി അവരുടെ മനസ്സിൽ ആ കൊതിയുണ്ടായിരുന്നു. അത് കഴിച്ചിട്ട് എല്ലാവർക്കും ഒരുപാട് ഇഷ്ടമായി. അപ്പോൾ അശോക് സന്തോഷത്തോടെ പറഞ്ഞു, മരുമോളെ, നീ ഉണ്ടാക്കിയിരിക്കുന്നത് ഒരു ഒന്നാന്തരം ഗോൾഗപ്പയാണല്ലോ. അങ്ങനെ അവസാനം ഗോൾഗപ്പയുടെ ടേസ്റ്റ് നീ അറിഞ്ഞല്ലോ അല്ലേ? എനിക്കിതേ 2 കൂടി എടുത്തോ. അച്ഛാ, ഞാൻ ആട്ട കൊണ്ടുള്ള ഗോൾഗപ്പയാണ് ഉണ്ടാക്കിയത്. രുചി നോക്കിയിട്ട് പറയൂ എങ്ങനെയുണ്ടെന്ന്. പിന്നെന്താ ചെയ്യാലോ. ഓരോന്നായി സുരഭി ഗോൾഗപ്പയുടെ ഉള്ളിൽ പച്ചക്കറിയുടെ ഫില്ലിങ്സ് നിറച്ചിട്ട് എല്ലാവർക്കും കൊടുക്കാൻ തുടങ്ങി. അവസാനം പാവപ്പെട്ട കുടുംബത്തിന് ഗോൾഗപ്പ കഴിക്കണമെന്നുള്ള ആഗ്രഹം നടന്നിരിക്കുന്നു. കുറച്ചു ദിവസം കഴിഞ്ഞ് സുരഭി അവളുടെ വീടിന്റെ മുമ്പിൽ തന്നെ പച്ചക്കറി ഗോൾഗപ്പയുടെ കടയും തുറന്നിരുന്നു. അതും മറ്റേ ഗോൾഗപ്പ കടക്കാരനെക്കാളിലും വിലക്കുറവിൽ കൊടുക്കാൻ തുടങ്ങി. പുതിയതും നല്ലതുമായ അവളുടെ കട കണ്ട് ആളുകൾ അവിടെ കൂടാൻ തുടങ്ങി. അതുകൊണ്ട് അവൾ ഏറെ സമ്പാദിക്കാൻ തുടങ്ങി. അതുകൊണ്ട് അവൾ കുടുംബത്തിന്റെ ദാരിദ്ര്യത്തിന്റെ ദിനങ്ങൾ പതിയെ നേരെയാക്കാൻ തുടങ്ങി. പിന്നെ എല്ലാവരും സന്തോഷത്തോടെ ജീവിക്കാൻ തുടങ്ങി. ദീപക്കിന് നല്ല സാലറി ഉണ്ടായിരുന്നു. അതുകൊണ്ട് കല്യാണം കഴിഞ്ഞ 1 വർഷത്തിനുള്ളിൽ പ്രിയ ഭർത്താവിന്റെ വീട്ടിൽ നിന്നും മാറി. അവർക്ക് വേണ്ടി ഒരു വലിയ ഫ്ലാറ്റും വാങ്ങി. അവിടെ വലിയ 3 റൂമും വലിയ അടുക്കളയുമുണ്ട്. അങ്ങനെ തന്റെ അടുക്കള വളരെ വലുതാണെന്ന് ഒരുപാട് തവണ പ്രിയ അഹങ്കാരത്തോടെ ജ്യേഷ്ഠത്തി ജ്യോതിയോട് പറയുമായിരുന്നു. ജ്യോതി ചേച്ചിയുടെ അടുക്കള നല്ല ക്ലീനാണല്ലോ. എപ്പോഴും വൃത്തിയുണ്ട്. എന്റേത് ഇത്ര വൃത്തിയൊന്നുമില്ല. ഇത്രയും ചെറിയ അടുക്കള ആയതുകൊണ്ടായിരിക്കുമല്ലേ ഇത്ര വൃത്തി? അങ്ങനെയൊന്നുമില്ല. എല്ലാം ശീലമാക്കി കഴിഞ്ഞാൽ ചെറിയ സ്ഥലമാണെങ്കിലും നമുക്ക് വൃത്തിയാക്കി വെക്കാൻ പറ്റും. സാധനങ്ങളൊക്കെ അടുക്കി വെക്കുന്നതൊരു ശീലമാക്കണം, അത്രയുള്ളൂ. എന്ത് വൃത്തിയാക്കി വെക്കാൻ? എല്ലാം കൂടി ഒരിടത്ത് വെച്ചാൽ പോരെ? എന്റെ അടുക്കള വന്ന് നോക്ക്, എന്ത് വലുതാ. എന്റെ അടുക്കളയിൽ എല്ലാ തരത്തിലുള്ള ഉപകരണങ്ങളും ഉണ്ട്. ചേച്ചിയുടെ കയ്യിൽ മിക്സി മാത്രമേ ഉള്ളൂ. ഇപ്പോൾ അതുമാത്രം മതിയോ? വർഷേ, നീ എന്റെ വീട്ടിലോട്ട് വാ, അപ്പോ കാണിക്കാം എന്താണ് അടുക്കളയെന്ന്. നീ എപ്പോഴും പറയുന്നുണ്ടല്ലോ വലിയ അടുക്കള എന്ന്. സമ്മതിച്ചു. നമുക്കൊരു കാര്യം ചെയ്യാം. ഒരു ദിവസം മുഴുവൻ നിന്റെ വീട്ടിൽ വന്ന് നിൽക്കാം. അത് ശരിയാ. നാളെ ഞങ്ങൾ നിന്റെ വീട്ടിലേക്ക് വരാം. നാത്തൂനും അമ്മായിയമ്മയും പറയുന്നത് കേട്ട് പ്രിയ ഞെട്ടി. അവൾ മനസ്സിൽ ചിന്തിച്ചു, നാളെ ഇവർ വരുന്നുണ്ടെങ്കിൽ എന്റെ അടുക്കളയൊന്ന് വൃത്തിയാക്കിയിടണം. എന്റെ വലിയ ഇലക്ട്രിക് സാധനങ്ങൾ എന്തെങ്കിലും കേടായതുണ്ടെങ്കിൽ അതെടുത്ത് അടുക്കളയുടെ വെളിയിൽ കളയണം. അല്ലെങ്കിൽ എന്റെ വലിയ അടുക്കള ചീത്തയാകും. ഇവരെ വരുത്താതെ നാളെ ഇതെല്ലാം ചെയ്യാം. പക്ഷെ എങ്ങനെ? ഈ ഐഡിയ കൊള്ളാം. പ്രിയ പറഞ്ഞു നിൽക്കാനായി നല്ല കഴിവുള്ള ആളായിരുന്നു. അവൾക്കവരെ വീട്ടിലേക്ക് കൊണ്ടുപോകാൻ താല്പര്യമേ ഇല്ല. പ്രിയ ഫ്രണ്ടായ ആച്ചലിനോട് ആ സമയം കോൾ ചെയ്യാൻ പറഞ്ഞു. ആച്ചലും അപ്പോൾ തന്നെ പ്രിയയെ വിളിച്ചു. ഹലോ, നീ നാളെ ഡോക്ടറിന്റെ അപ്പോയിന്റ്മെന്റ് എടുത്തോ? അതിനൊരു ദിവസം പോയി കിട്ടില്ലേ? അത് കഴിഞ്ഞാൽ വേറെ അപ്പോയിന്റ്മെന്റ് ഇല്ലല്ലേ? എന്നാൽ ശരി, നാളത്തേക്കെടുത്തേക്ക്. ഞാൻ വർഷയും അമ്മയും മറ്റന്നാൾ വിളിക്കാം. ശരിയെന്നാ, ബൈ. അമ്മേ, നാളെ എനിക്ക് ഡോക്ടറിന്റെ അടുത്ത് പോകണം. എന്റെ കൂട്ടുകാരിയില്ലേ ആച്ചൽ, അവൾക്ക് ദില്ലിയിൽ ആരുമില്ല. അതുകൊണ്ട് നാളെ അവളുടെ കൂടെ ഡോക്ടറിന്റെ അടുത്ത് പോകാമോന്ന് ചോദിച്ചു. അവൾക്ക് തന്നെ പോകാൻ അറിയില്ലെന്ന്. കുഴപ്പമില്ല നാത്തൂനെ, ഞങ്ങൾ പിന്നെയൊരിക്കൽ വരാം. നിങ്ങൾ മറ്റന്നാളത്തേക്ക് വാ, ഞാൻ വീട്ടിൽ കാണും. ഇല്ല, ഞാൻ ഇന്ന് തന്നെ മടങ്ങിപ്പോവുക. നാളെ അവിടേക്ക് വരാമെന്ന് വിചാരിച്ചാ ഇന്ന് നിന്നത്. ഇനി നിൽക്കണ്ടല്ലോ. മറ്റന്നാൾ വരെ നിന്ന് വരാൻ വയ്യ. ഒരു കുഴപ്പവുമില്ല, പിന്നെ എന്തെങ്കിലും വരാം. നീ വിഷമിക്കണ്ട, കൂട്ടുകാരുടെ ഒപ്പം വേണമെങ്കിൽ പൊയ്ക്കോ. പ്രിയ ഒഴിവ് കഴിവ് പറഞ്ഞു പോയി. ഭർത്തുവീട്ടുകാരെ കാണിക്കാൻ അടുക്കളയവൾ അപ്പോൾ തന്നെ വൃത്തിയാക്കാൻ തുടങ്ങി. 1 വർഷത്തിനു മുൻപ്. പ്രിയേ, ഇന്ന് നിന്റെ ആദ്യത്തെ അടുക്കളയാ. അമ്മ ഹൽവയുണ്ടാക്കാനായി പറഞ്ഞു. എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ എന്നോട് പറ. സാധനമൊക്കെ ഇവിടെ വെച്ചിട്ടുണ്ട്. ഇത്രയും ചെറിയ അടുക്കളയിൽ? എനിക്ക് ഭക്ഷണം ഉണ്ടാക്കാനൊന്നും അറിയില്ല. ഇവിടെ നിൽക്കാൻ പോലും സ്ഥലമില്ല. ഞാൻ വിയർത്ത് കുളിക്കും. ഇത്രയും ചൂടത്ത് നിന്ന് എങ്ങനെ പണിയെടുക്കാൻ പറ്റും? അമ്മയോട് പറഞ്ഞേക്കൂ, ഞാൻ ആദ്യ അടുക്കളയിൽ ഒന്നും ചെയ്യുന്നില്ലെന്ന്. ഞാൻ എന്തെങ്കിലും ഉണ്ടാക്കണമെങ്കിൽ എന്റെ അടുക്കള വലുതായിരിക്കണം. നീ എന്തായി പറയുന്നത്? വധുവിന്റെ ആദ്യ അടുക്കള ഒരു ചടങ്ങാണ്. ഇത് ചെറിയ അടുക്കളയാണെന്ന് പറഞ്ഞ് നീ ചടങ്ങ് ചെയ്യാൻ വിസമ്മതിക്കുന്നോ? അയ്യോ, ഞാൻ കല്യാണം കഴിച്ചു വന്നിട്ട് 40 വർഷമായി ഈ അടുക്കളയിലാണ് പണിയെടുക്കുന്നത്.
കഴിഞ്ഞ 8 വർഷങ്ങളായി ജ്യോതിയും ഇവിടെയാണ് പണിയെടുക്കുന്നത്. ഞങ്ങൾക്ക് തോന്നിയിട്ടില്ല ഇത് ചെറിയ അടുക്കളയാണെന്ന്. നോക്ക്, അടുക്കള എന്ത് ഭംഗിയായിട്ടാ വെച്ചിരിക്കുന്നത് നിന്റെ ജ്യേഷ്ഠത്തി. ചേട്ടത്തി ഈ ചെറിയ അടുക്കളയിൽ അഡ്ജസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാനെന്തിനാ ഈ ചെറിയ അടുക്കളയിൽ അഡ്ജസ്റ്റ് ചെയ്യേണ്ടത്? ഞങ്ങൾ ഈ വർഷം തന്നെ പുതിയ ഫ്ലാറ്റിലേക്ക് മാറും. അവിടെ ഞാൻ വലിയ അടുക്കളയും വെക്കും. എനിക്ക് പറ്റില്ല ഈ ചെറിയ അടുക്കളയുള്ള വീട്ടിൽ കഴിയാൻ. പ്രിയ അതിനുശേഷം ആ ചെറിയ അടുക്കളയിൽ കയറിയിട്ട് പോലുമില്ല. അങ്ങനെ 1 വർഷത്തിനുള്ളിൽ അവർ വേറെ വലിയ ഫ്ലാറ്റിൽ താമസിച്ചു. പ്രിയയുടെ ഫ്ലാറ്റ് വലുതായെങ്കിലും അവളുടെ മനസ്സ് വളരെ ചെറുതായിരുന്നു. ജ്യോതിയുടെ അടുക്കള ചെറുതാണെങ്കിലും അവളുടെ മനസ്സ് വലുതാണ്. കല്യാണത്തിനു ശേഷം ജ്യോതി ആ കൊച്ചു അടുക്കളയിൽ ഒരുപാട് തവണ ബുദ്ധിമുട്ടിയിട്ടുണ്ട്. ഇടയ്ക്കിടയ്ക്ക് അമ്മായിയമ്മയ്ക്ക് തോന്നാറുണ്ടായിരുന്നു അടുക്കളയുടെ കുറച്ച് സ്ഥലത്ത് അടുക്കള വലുതാക്കി ആധുനിക കിച്ചൺ ചെയ്യാമെന്ന്. അതിനെക്കുറിച്ച് അവിടെ സംസാരം വന്നു. മോനെ, ഞാൻ ചിന്തിക്കുകയായിരുന്നു അടുക്കള കുറച്ച് വലുതാക്കിയാലോ എന്ന്. ഇപ്പോൾ കുടുംബവും വലുതായില്ലേ, മരുമോൾക്ക് ചെറിയ അടുക്കളയിൽ ബുദ്ധിമുട്ടുണ്ടായിരിക്കും. അവൾ ഒരിക്കലും അത് പറഞ്ഞിട്ടില്ല. പക്ഷേ എന്റെ മനസ്സിൽ തോന്നുന്നുണ്ട് അടുത്ത വർഷമെങ്കിലും അടുക്കള വലുതാക്കണമെന്ന്. മരുമകൾക്കത് വലിയൊരു സഹായമാകും. ശരിയമ്മേ, ഞാൻ ഇന്ന് തന്നെ വലിയ അടുക്കള ഉണ്ടാക്കാൻ വേണ്ടി ഏതെങ്കിലും ഡീലറിനോട് സംസാരിക്കാം. ജ്യോതിക്ക് വേണ്ടി വലിയ അടുക്കള ഉണ്ടാക്കാനുള്ള സർപ്രൈസ് അമ്മായിയമ്മയ്ക്കും മകനുമിടയിൽ നടന്നു. ഇക്കാര്യങ്ങൾ തീരുമാനിച്ചപ്പോൾ പെട്ടെന്ന് നല്ല മഴക്കാലവും വന്നു. അങ്ങനെ ഒരു ദിവസം പ്രിയയുടെ അടുക്കളയിൽ വന്ന് പ്രിയ നോക്കിയപ്പോൾ അതിന്റെ ജനലിനടുത്തായി രാത്രി മഴ പെയ്ത് അടുക്കള മുഴുവനും വെള്ളം കയറിയിരുന്നു. അടുക്കളയിലുണ്ടായിരുന്ന ഉപകരണങ്ങളും സാധനങ്ങളും മഴവെള്ളത്തിൽ നശിച്ചുപോയി. പ്രിയയുടെ സുന്ദരമായ വലിയ അടുക്കള മഴ കാരണം നശിച്ചുപോയി. ഭക്ഷണം എങ്ങനെ ഉണ്ടാക്കുമെന്ന് പ്രിയ പേടിച്ചു. പ്രിയേ, എനിക്ക് തോന്നുന്നത് ഗ്യാലറിയിൽ നമ്മൾ പുതിയ ജനൽ വെച്ചില്ലെങ്കിൽ വെള്ളം ഉള്ള ഒരു ജനലിൽ കൂടെ അകത്ത് വരും. ഇനിയിപ്പോൾ മഴ നിന്നിട്ടേ നമുക്ക് പുതിയ ജനൽ വയ്ക്കാനും പറ്റൂ. ഈ വെള്ളമെല്ലാം ജനലിലൂടെയാ വരുന്നത്. എന്തെങ്കിലുമൊക്കെ ചെയ്തേ പറ്റൂ. പക്ഷേ ഭക്ഷണം എങ്ങനെ ഉണ്ടാക്കും? അടുക്കളയിൽ നിൽക്കാൻ പോലും സ്ഥലമില്ല. എല്ലാം നശിച്ചുപോയി. കുഴപ്പമൊന്നുമില്ല, മഴയൊക്കെ തോരുമ്പോൾ എല്ലാ പ്രശ്നങ്ങളും തീരും. ഒരു കാര്യം ചെയ്യാം, നമുക്ക് ചേട്ടൻ്റെ വീട്ടിലേക്ക് പോകാം. അവിടെ പോയി കഴിക്കാം. പ്രിയയ്ക്ക് അതല്ലാതെ വേറെ മാർഗമില്ലായിരുന്നു. രവിയോടൊപ്പം ജ്യോതിയുടെ വീട്ടിലേക്ക് പോയി. ഒരു കുഴപ്പവുമില്ല മോളെ, നമ്മൾ പുതിയ വീട്ടിൽ താമസിക്കുമ്പോൾ ഇങ്ങനത്തെ പ്രശ്നങ്ങളെല്ലാം ഉണ്ടാകും. പിന്നെ മനസ്സിലാകൂ കുഴപ്പമൊന്നുമില്ലെന്ന്. ശരിയാക്കാൻ പറ്റാത്ത എന്ത് കാര്യമാ ഉള്ളത്? ജ്യോതി എല്ലാവർക്കും വേണ്ടി ഭക്ഷണമുണ്ടാക്ക്. ചേച്ചി, ഞാനും വന്ന് സഹായിക്കാം. ഇത്രയും ചെറിയ അടുക്കളയിൽ ഇപ്പോൾ എങ്ങനെയുണ്ടാക്കും? ജ്യോതി ചേച്ചി, സോറി, ഞാൻ തെറ്റ് ചെയ്തു. ഞാൻ നമ്മുടെ ബന്ധമൊന്നും ചിന്തിച്ചേയില്ല. ഇപ്പോൾ നോക്ക്, ഞങ്ങൾക്ക് പ്രോബ്ലം വന്നപ്പോൾ നിങ്ങൾ വേണ്ടി വന്നു. നമുക്കിന്ന് ഒരുമിച്ച് ഭക്ഷണമുണ്ടാക്കാം. ആഹാ, അത് നന്നായി. ഒരിക്കലെങ്കിലും നീ ചെറിയ അടുക്കളയിൽ ഭക്ഷണമുണ്ടാക്ക്. കാരണം അടുത്ത തവണ നീ ഇവിടെ പാചകം ചെയ്യുമ്പോൾ ഇത് ചെറിയ അടുക്കളയായിരിക്കില്ല. കാരണം ഞങ്ങൾ ജ്യോതിക്ക് വേണ്ടി വലിയ അടുക്കള ഉണ്ടാക്കുകയാണ്. വലിയ അടുക്കള? എനിക്ക് മനസ്സിലാകുന്നില്ല. അതേ ജ്യോതി, അമ്മയുടെ തീരുമാനമാ. അടുത്ത വർഷത്തിനുള്ളിൽ ഈ അടുക്കളയെക്കുറിച്ച് നന്നാക്കി നമുക്ക് ഇതേ അടുക്കള തന്നെ വലുതാക്കാം. ആ തീരുമാനം നന്നായി ചേട്ടാ. ചേട്ടത്തി ഇത്രയും വർഷമായി ഈ ചെറിയ അടുക്കളയിലല്ലേ ജോലി ചെയ്യുന്നത്. ചൂട് സമയം വരുമ്പോൾ നല്ല ബുദ്ധിമുട്ടായിരിക്കും. വലിയ അടുക്കള ഉണ്ടാക്കിക്കഴിഞ്ഞാൽ ചേട്ടത്തിക്കും അതൊരു സഹായമാകും. ജ്യോതിയുടെ മുഖത്ത് സന്തോഷം തെളിഞ്ഞു. അവൾ ഇത്രയും കാലം ആ ചെറിയ അടുക്കളയിൽ കഷ്ടപ്പെട്ടിരുന്നു. എന്നാൽ ഇന്നവളുടെ ചെറിയ അടുക്കള വലിയ അടുക്കളയായി മാറാൻ പോകുന്നു. ചിലപ്പോൾ നമ്മൾ ഒന്നും ചോദിച്ചില്ലെങ്കിലും നമുക്കുള്ളത് വരിക തന്നെ ചെയ്യും. അതുകൊണ്ടെല്ലാവരും സഹനശീലമുള്ളവരായിരിക്കണം. Thanks for watching.